ആദിലാനൂറൊക്കെ ലാലേട്ടൻ കൊടുത്തൊരു വാക്ക്, അല്ലെങ്കിൽ ബിഗ് ബോസ് കാണുന്ന ഒരു വലിയൊരു കൂട്ടം മലയാളികൾക്ക് ലാലേട്ടൻ കൊടുത്തൊരു വാക്കാണ് അവരെന്തായാലും ലാലേട്ടന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം. അത് ഈ ആദിലാനൂറൊക്കെ മാത്രമല്ല, FC ബോയ് ആയിട്ടുള്ള ഒണിൽ സാബുവിനും പറഞ്ഞിരുന്നു. അതായത് ഒണിൽ സാബുവിന്റെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു, ഒരു ഫ്രഞ്ച് ഫ്രൈസോ ബർഗറോ എന്താണെന്ന് തോന്നുന്നു. അതായത് അതൊന്ന് ലാലേട്ടൻ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ആഗ്രഹം FC ബോയ് പറഞ്ഞിരുന്നതാണ്. അപ്പൊ അതും ലാലേട്ടൻ പറഞ്ഞിരുന്നു ഉറപ്പായിട്ടും അത് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്കത് ഒരു ദിവസം ഇരിക്കാവുന്നതാണെന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇതുവരെ ഇന്നലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർ വളരെയധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് എപ്പോഴാണ് എന്നുള്ള ഒരു കാര്യം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അതായത് ഇത് ജസ്റ്റ് ചെറിയൊരു പ്രോമിസ് അല്ലല്ലേ. കാര്യം നമുക്കറിയില്ലേ, അതിലൂടെ കൊടുത്ത ഒരു പ്രോമിസിന് പുറകിലുള്ള ഒരു റീസണും കാര്യങ്ങളും എല്ലാം അത് വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോമിസിലേക്കും കാര്യങ്ങളിലേക്കും എന്തായാലും ലാലേട്ടൻ പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർ വളരെയധികം സീരിയസ് ആയിട്ട് തന്നെ നോക്കിക്കാണുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് പല പ്രോമിസുകളും നമുക്കറിയാം, അതായത് എപ്പോഴായാലും ചെയ്താൽ മതി. പക്ഷെ ഇതുപോലുള്ള കുറച്ച് പ്രോമിസുകൾ അത് എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രോമിസ് കൊടുത്ത ആളുടെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. പക്ഷെ ലാലേട്ടനെ പോലുള്ള ഒരാളാകുമ്പോൾ നമുക്കറിയാവുന്നതാണ്, മണിക്കൂറുകൾക്ക് ലക്ഷങ്ങളുടെയും കോടികളുടെയും വിലയുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞിരുന്നത് നമുക്ക് രണ്ടുപേർക്കും ഫ്രീ ആയിട്ടുള്ള ഒരു സമയം നോക്കിയിട്ട് ഒരു ദിവസം നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞിരുന്നു. കാര്യം അങ്ങനെ പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഉറപ്പായിട്ടും അവർക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു 24 മണിക്കൂർ, അല്ലെങ്കിൽ അവരവിടെ ഉള്ള സമയം കംപ്ലീറ്റ്ലി അവർക്ക് വേണ്ടി ഡിവോട്ട് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് ലാലേട്ടൻ ഒരു ആഗ്രഹം തന്നെ ആയിരിക്കും. കാര്യം അല്ലെങ്കിൽ ഈ ആദിലാനൂർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒളിൽ സാബു ആയിക്കോട്ടെ, ഇവര് വരുന്ന സമയം ഒരുപാട് കോൾസ് വരുന്നു, അല്ലെങ്കിൽ ലാലേട്ടനായ മീറ്റിംഗ്സിലേക്ക് പോകുന്ന സമയം അവർക്കൊരു ഇൻസൾട്ടായി മാറാനുള്ള ഒരു സാധ്യത ലാലേട്ടന് നല്ല രീതിയിൽ തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി അത്തരത്തിലുള്ളൊരു കാര്യങ്ങളിലേക്കൊന്നും പോവാതെ കംപ്ലീറ്റ്ലി അവർക്ക് വേണ്ടി നൽകാൻ വേണ്ടിയുള്ള ഒരു സമയം നോക്കി തന്നെ ആയിരിക്കാം ലാലേട്ടൻ എന്തായാലും ഇതുവരെ എന്തായാലും അത്തരത്തിലുള്ള ഒരു മീറ്റിംഗ്സിലേക്കോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ദിവസത്തിലേക്കൊന്നും ഇതുവരെ എന്തായാലും പോകാത്തത്. പക്ഷെ എന്നാലും ബിഗ് ബോസ് ഓഫ് സീസൺ 7 കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പൊ ഒരു 2 മാസം എന്തായാലും ആയിട്ടുണ്ട്. അപ്പൊ എന്നാലും ഇനി അങ്ങനെ ഒരുപാട് വൈകിപ്പിക്കാനുള്ള ഒരു സാധ്യത എന്തായാലും കാണുന്നില്ല. കാര്യം ഇനി ബിഗ് ബോസ് ഓഫ് സീസൺ 8 ഒക്കെ തുടങ്ങിയിട്ട് എന്തായാലും അതുവരെ ഒന്നും എന്തായാലും പോകാനുള്ള സാധ്യത ഉറപ്പായിട്ടും ഇല്ല. അത് മാത്രമല്ല, ലാലേട്ടനടക്കം അറിയാവുന്നതാണ് കാര്യം, ഇത്രയധികം ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യം ഇവരൊപ്പം ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ, അല്ലെങ്കിൽ അവര് സൈഡിൽ നിന്ന് ചിലപ്പോൾ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇടാനുള്ള സാധ്യതയുണ്ട്. സോ അപ്പൊ അവരുടെ ആ ഒരു സൈഡിൽ നിന്നുള്ള ഒരു റിയാക്ഷൻ അടക്കം കാണാൻ വളരെയധികം ആകാംക്ഷയോടെ തന്നെ ഒരു കൂട്ടം ആൾക്കാർ എന്തായാലും കാത്തിരിക്കുന്നുണ്ട്. സോ അപ്പൊ അത് ഒരുപാട് അങ്ങനെ വെച്ച് സൂക്ഷിപ്പിക്കാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അതിലേക്കൊന്നും ലാലേട്ടൻ കൊണ്ടുപോകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. എന്നാലും ഇത് കാത്തിരിക്കുന്ന ഒരാളാണോ നിങ്ങളെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും.